EV ചാർജിങ് സ്റ്റേഷനിൽ വേഴ്സ്റ്റ് കേസിൽ തന്നെ 3 വർഷത്തിൻ്റെ അകത്തൊക്കെയാണ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. നല്ല വെൽ ഇംപ്ലിമെൻറ്റഡ് ഒരു ചാർജിങ് സ്റ്റേഷൻ ബിസിനസ് മോഡലാണെങ്കിൽ 6 മാസത്തിൻ്റെ അകത്ത് 7 മാസത്തിൻ്റെ അകത്ത് വരെ നമുക്ക് മുടക്കിയ പൈസ തിരിച്ചു കിട്ടുന്ന വിധത്തിൽ വരാറുണ്ട്. Type 2 ഗണ്ണാണ് വരുന്നത്. ഇത് നമുക്ക് ഏതൊരു ഇലക്ട്രിക് കാറും ചാർജ് ചെയ്യാൻ പറ്റും. ഒരു ടിയാഗോ EV ഒക്കെ ആണെങ്കിൽ അറൗണ്ട് 3.5 hours ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. So the approximate cost, if I have to talk about 30 kilowatt charger in the market, probably the MRP would cost about 7.5 lakhs, right? So probably we can work out a price between 6 to 6,50,000 rupees. ഇത് കുത്തി കഴിയാൻ നേരത്തെ നമ്മുടെ കാറിൻ്റെ ഓൺ ബോർഡ് ചാർജറിൻ്റെ കപ്പാസിറ്റി എത്രയാണോ കറക്റ്റായിട്ട് കിട്ടും. അതായത് പോർട്ടബിൾ ചാർജറിൽ 2.7 മാത്രമേ കിട്ടുന്നുള്ളൂ എൻ്റെ നെക്സോൺ പ്രൈമിൽ 7 കിലോവാട്ട് സപ്പോർട്ടില്ല. പക്ഷേ ഞാൻ ഈ 7 കിലോവാട്ടിൻ്റെ വാൾ മൗണ്ടഡ് ചാർജർ കുത്താൻ നേരത്ത് എനിക്ക് കറക്റ്റ് 3.3 കിലോവാട്ട് കിട്ടും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നിപ്പോൾ ഞാനുള്ളത് എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ഒരു ഇലക്ട്രിക് വേൾഡ് എന്ന് പറയുന്ന എക്സ്പോയിലാണ്. ഇവിടെ ഒരുപാട് ബ്രാൻഡുകളുടെ ഡിസ്പ്ലേ നടക്കുന്നുണ്ട്. KEI, അതുപോലെ തന്നെ നമ്മുടെ കിർലോസ്കർ, ഡ്യൂട്ടൺ, ഇങ്ങനെ പേര് കേട്ട ഇലക്ട്രിക് ബ്രാൻഡുകളെല്ലാം ഉണ്ട്. അവരുടെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പല സോളാർ വെൻഡേഴ്സ് കാര്യങ്ങളുണ്ട്, ഇലക്ട്രിക്കൽ മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മൾ വന്നേക്കുന്നത് ആസ് എൻ EV എന്തോസിയാസ്റ്റ് bolt.earthൻ്റെ സ്റ്റോളിലേക്കാണ്. സോ നമ്മളൊരു ഇലക്ട്രിക് വാഹനമൊക്കെ യൂസ് ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് നമുക്കറിയാം ചാർജേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ പറ്റിയിട്ട്. സോ ബോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. അവർക്ക് ഒരുപാട് ചാർജേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം അവർക്ക് ലെവൽ 1 സ്ലോ ചാർജേഴ്സ് ഉണ്ട്, പിന്നെ ലെവൽ 2 AC ചാർജേഴ്സ് ഉണ്ട്, ലെവൽ 3 ഫാസ്റ്റ് ചാർജേഴ്സ് ഉണ്ട്. നമുക്കൊരു 60 കിലോവാട്ട് വരെയുള്ള ഫാസ്റ്റ് ചാർജേഴ്സ് കാര്യങ്ങളെല്ലാം അവർക്ക് അവൈലബിൾ ആണ്. സോ ഇതിനു മുമ്പ് നമ്മൾ ബോൾട്ടിൻ്റെ ചെറിയ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ സുഹൃത്ത് ഗോവിന്ദാണ്. ഗോവിന്ദ് ഇതാ ഇവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ കൂടെ ഗോവിന്ദുണ്ട്. ഗോവിന്ദിന് പ്രത്യേക ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലല്ലോ, കാരണം നമ്മുടെ ചാനലിൽ ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ്. ഒരു EV എക്സ്പേർട്ടാണ്, അതുപോലെ തന്നെ EV സേഫ്റ്റി റിലേറ്റഡ് ആയിട്ട് ക്ലാസ്സൊക്കെ എടുക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ബോൾട്ടിൻ്റെ ഓൾ കേരള സെയിൽസ് കൺസൾട്ടൻറ്റുമാണ്. സോ ഗോവിന്ദ്, നമുക്കിന്ന് ബോൾട്ടിൻ്റെ ഓരോ പ്രോഡക്റ്റ്സ് ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ബോൾട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് കേരളയിലെ ഒരു എക്സ്പോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇതാണ് ബോൾട്ടിൻ്റെ ചാർജിങ് ഹാർഡ്വെയർ. ഇപ്പം ബോൾട്ടിന് 2 വീലേഴ്സിന് വേണ്ടി മെയിൻലി ഫോക്കസ് ചെയ്യുന്ന വിധത്തിൽ ലെവൽ 1 ചാർജിങ് ഉണ്ട്. ഇത് 2 വീലേഴ്സിന് മാത്രമല്ല, നമുക്ക് 3 വീലേഴ്സിനും 4 വീലേഴ്സിനും കൊടുക്കാൻ വേണ്ടി പറ്റും. ഇത് പവർ സോക്കറ്റ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാണാം. ഇത് ബോൾട്ട് പ്രോ എന്ന് പറയുന്ന മോഡലാണ്. 60 ആംപിയറിൻ്റെ സോക്കറ്റാണ്, ആപ്പ് ത്രൂ ലിങ്ക്ഡ് ആണ്. ഇതിൽ MCB വരുന്നുണ്ട്. നമ്മൾ പിന്നെ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ബോൾട്ട് എർത്ത് ലൈറ്റ് എന്ന് പറയുന്ന ഡിവൈസിൻ്റെ മോഡാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ MCB ഇൻബിൽട്ട് ആവില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ ഫങ്ഷനാലിറ്റിയും വരുന്നുണ്ട്. ആപ്പ് ത്രൂ ആണ് ഇതിൻ്റെ ചാർജിങ്ങും കാര്യങ്ങളും. ഇതെങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്യുന്നതെന്നുള്ള പറഞ്ഞുതരാം. ഇപ്പം ബോൾട്ടിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ഏതൊരാൾക്കും ഇതേപോലത്തെ ബോൾട്ടിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടാവും. ഇത് ചാർജ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. QR കോഡ് ഓപ്പൺ ചെയ്യുക, ബോൾട്ടിൻ്റെ അകത്ത് നമ്മൾ സ്കാൻ ചെയ്യുക, സെലക്ട് ആയി കഴിഞ്ഞ് 4 വീലിൽ സെലക്ട് ചെയ്യുക. എൻ്റെ കാർ ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തു, 2 മണിക്കൂർ എന്നുള്ള സെലക്ട് ചെയ്തു. ഇവിടെ എത്രയാണ് എനർജി കൺസപ്ഷൻ ഏകദേശം വരുന്നതെന്നുള്ളത് വരും. ഇതിപ്പോൾ 0 പ്രൈസിൽ വെച്ചതിനെ കൊണ്ട് താരിഫ് 0 എന്നാണ് കാണിക്കുന്നത്. ജസ്റ്റ് സ്റ്റാർട്ട് ചാർജിങ് കൊടുക്കുക, റെഡി ടു ചാർജ്, സ്റ്റാർട്ട് ചാർജിങ് കഴിഞ്ഞ്. ഇത്രയേ ഉള്ളൂ. ഇത്രയ്ക്കും ഈസിലി നമുക്ക് ഇത് ചാർജിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ലൈവായിട്ട് നമുക്ക് എനർജി ഡീറ്റെയിൽസ് ഇതിനെ കൂടി ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ആക്ച്വലി ഈ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വീലേഴ്സിൽ കാണുന്ന 2 സ്ലോ ചാർജേഴ്സ് അല്ലേ? ഇത് 2 വീലേഴ്സിൽ കാണുന്ന സ്ലോ ചാർജർ മാത്രമല്ല, ശരിക്കും ഇത് 60 ആംപിയറിൻ്റെ സോക്കറ്റാണ്. ഇനി ഭാവിയിൽ ഒരു 2 വീലറിന് വേണ്ടിയിട്ട് ഫാസ്റ്റ് ചാർജർ വരാൻ നേരത്തും ഇതിൻ്റെ മുകളിൽ ഇത് മോസ്റ്റ്ലി കമ്പാറ്റബിൾ ആയിരിക്കും. നമ്മളിപ്പോൾ എതർബീഡിൻ്റെ ചാർജേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പവർ റേറ്റിംഗ് 3.3 കിലോവാട്ടാണ്. സെയിം പവർ റേറ്റിംഗ് തന്നെയാണ് ബോൾട്ടിൽ വരുന്നത്. അതായത് നമുക്ക് വേണമെങ്കിൽ 2 വീലറിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഇതിൻ്റെ മുകളിൽ റൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അത് മാത്രമല്ല, AC ഫാസ്റ്റ് ചാർജറും ബോൾട്ട് ഇവിടെ എക്സ്പോയിൽ കാണിക്കുന്നുണ്ട്. ഇത് ബോൾട്ട് എർത്തിൻ്റെ ലെവൽ 2 ചാർജറാണ്. ഇതിൻ്റെ കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ Type 2 ഗണ്ണാണ് വരുന്നത്. ഇത് നമുക്ക് ഏതൊരു ഇലക്ട്രിക് കാറും ചാർജ് ചെയ്യാൻ പറ്റും. ഒരു ടിയാഗോ EV ഒക്കെ ആണെങ്കിൽ അറൗണ്ട് 3.5 hours ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. DC ചാർജിങ് ടിയാഗോ EV അറൗണ്ട് 1 hour 40 minutes ചാർജിങ് ടൈം വരുന്നത്. ഇത് വന്നിട്ട് 3 hours 3.5 hours ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. അതപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു ബെറ്റർ സൊല്യൂഷനായിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ എല്ലാവർക്കും ഓവർനൈറ്റ് ചാർജിങ് ചെയ്യാൻ നേരത്തെ ടൈം കൂടുതലെടുക്കും. അതേപോലെ തന്നെ ഹൈ കപ്പാസിറ്റി കാർസ് ആയിട്ടുള്ള ZCV, മെഴ്സഡീസിൻ്റെ EQS, ഇതൊക്കെ ടൈം കൂടുതലെടുക്കുന്നതിനെ കൊണ്ട് ലെവൽ 2 ചാർജർ കുറച്ചും കൂടി അതിനുവേണ്ടി സൂട്ടബിൾ ആയിരിക്കും. അപ്പോൾ AC ഫാസ്റ്റ് ചാർജർ നമ്മൾ ഈ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. AC ഫാസ്റ്റ് ചാർജർ മാത്രമല്ല, ഇതിൽ കാണിക്കുന്ന പോലെ DC ഫാസ്റ്റ് ചാർജേഴ്സും ബോൾട്ട് ആക്ച്വലി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ കാണിക്കുന്ന പോലെ ഇത് 24 കിലോവാട്ടിൻ്റെ, 30 കിലോവാട്ടിൻ്റെ, 60 കിലോവാട്ടിൻ്റെ ഡ്യുവൽ ചാർജേഴ്സും ബോൾട്ട് ഇപ്പോൾ ചെയ്യാറുണ്ട്. DC ചാർജ് ചെയ്യാൻ പറ്റി നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് വിശ്വനാഥിനോട് ചോദിക്കാം.
So guys, I have with me Vishwanath, who is a fast charging lead. He will be taking us through the fast chargers. Hi, thank you so much for the introduction. So, my name is Vishwanath. So, I represent Bolt as a fast charging lead. So, this is kind of a solution. So, we have comprehensive fast charging solutions for all type of four-wheelers. So, we have starting from 24 kilowatt, 30 kilowatt, and 60 kilowatt. So, basically, we don't manufacture this unit. So, we have pretty good OEMs who manufacture this DC devices. So, we are tied up with Pan India with all the major OEMs, good players in the market, and we integrate the devices in our platform and we sell a solution. So this is what basically we do. So we get these devices for a very reasonable rate in the market, and we corely concentrate on the highway pit stop and the enterprises and the tech parks. So we have done a lot of integrations and partnership with lot of apartments. If I want to name it, like the Brigade Groups and Divyasri and the Shop Apartment and Prestige and lot of that, so on. So we also provide car fleet services, charging hubs, and we have a charging management system, so they can completely monitor and track the EV charging points wherever it is available. So this will be an additional feature which we are providing with no cost. So and also So you are telling me Bolt has the provision to provide us DC fast chargers at a cheaper rate. 100% end-to-end solutions we will take care with a better competitive rate in the market. So what could be the approximate price range for a DC charger if it's starting from 24 kilowatt? So the approximate cost, if I have to talk about 30 kilowatt charger in the market, probably the MRP would cost about 7.5 lakhs, right? So probably we can work out a price between 6 to 6 lakh 50,000 rupees. 6 lakh. Yeah. ഗോവിന്ദപ്പോൾ ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ്. അതായത് ഈ പറയുന്ന പോലെ നമുക്ക് ഒരു ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ സെറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കാറിൻ്റെ. കാരണം പലരും ഈ പറയുന്ന പോലെ ഒരു ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ 10 ലക്ഷം 20 ലക്ഷം ഒക്കെ വേണം എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളെ പറ്റിയും ചാർജിങ്ങിനെ പറ്റി പഠിച്ചിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ എന്നെ പോലെ ഒരു സാധാരണക്കാരന് ഇപ്പോൾ ഒരു ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ട്. ഇതിൽ എന്തോരം സ്കോപ്പ് ഉണ്ട് നമുക്ക് ആക്ച്വലി? ശരിക്കും ഇതിന് വളരെ നല്ല സ്കോപ്പ് ഉള്ളതാണ്. നമ്മളിപ്പോൾ ഏതൊരു ബിസിനസ്സിനും റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ നോക്കാറുള്ളത്. പൊതുവേ ഒരു ബിസിനസ്സിന് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന 10 വർഷം 15 വർഷം അങ്ങനെയായിരിക്കും. പക്ഷേ EV ചാർജിങ് സ്റ്റേഷനിൽ വേഴ്സ്റ്റ് കേസിൽ തന്നെ 3 വർഷത്തിൻ്റെ അകത്തൊക്കെയാണ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. നല്ല വെൽ ഇംപ്ലിമെൻറ്റഡ് ഒരു ചാർജിങ് സ്റ്റേഷൻ ബിസിനസ് മോഡലാണെങ്കിൽ 6 മാസത്തിൻ്റെ അകത്ത് 7 മാസത്തിൻ്റെ അകത്ത് വരെ നമുക്ക് മുടക്കിയ പൈസ തിരിച്ചു കിട്ടുന്ന വിധത്തിൽ വരാറുണ്ട്. ഈ DC ചാർജിങ്ങിൻ്റെ കേസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് DC ചാർജിങ്ങിന് വേണ്ടി ഒരു 30 കിലോവാട്ടിൻ്റെ ചാർജർ നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഹാർഡ്വെയർ അത്യാവശ്യം റീസണബിൾ പ്രൈസിൽ നമുക്ക് കിട്ടും. അതിൻ്റെ ഇപ്പം ഏതൊരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടിനെ കൊണ്ടും പ്രോപ്പർലി നമുക്ക് ഇതിന് ഇൻസ്റ്റലേഷൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ബോൾട്ട് പോലത്തെ സോളിഡ് നെറ്റ്വർക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ വേറെ ആപ്ലിക്കേഷൻ്റെ മുകളിലും അധികം പൈസ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. റിലയബിളായിട്ട് എവറിത്തിങ് വർക്ക്സ് എന്ന പോലെ പോയിക്കോളും. ഇങ്ങനെ ചെയ്യാൻ നേരത്ത് ഇത് അത്യാവശ്യം നല്ല റിലയബിളായിട്ട് റൺ ചെയ്തോളും. നമുക്ക് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് നമുക്ക് ഈസിലി മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വേറെ നമ്മൾ ഇതിൻ്റെ ബിസിനസ് മോഡലിലും പല കാര്യങ്ങളും നോക്കേണ്ടതുണ്ട്. അതായത് നമ്മളിപ്പം വേറെ എന്തൊക്കെ എമ്യൂണിറ്റീസ് ആഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രൈസിങ് എത്ര സോളിഡാണ്, ആൾക്കാർ വരാനുള്ള റീസൺ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഇപ്പം ബോൾട്ടിൻ്റെ DC ചാർജേഴ്സിൻ്റെ കൺസെപ്ഷൻ നോക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് ഇന്ത്യ വളരെ കൂടുതലാണ്. അതിൻ്റെ പ്രധാന കാരണം ബോൾട്ട് പല ടൈമിന് ഓഫർ റൺ ചെയ്യാറുണ്ട്. ഇപ്പം എന്നോട് പല DC ചാർജിങ് ഓപ്പറേറ്റേഴ്സും പറയുന്നൊരു പ്രോബ്ലം ആയിരുന്നു, ബ്രാൻഡ് പൊതുവേ ഓഫർ റൺ ചെയ്യുന്ന നേരത്ത് ആ പൈസയുടെ നഷ്ടം വരുന്നത് ഈ ചാർജിങ് സ്റ്റേഷൻ്റെ ഉടമയ്ക്കാണ്. അത് ഒരു പ്രോപ്പറായിട്ട് സൊല്യൂഷൻ അല്ലല്ലോ. ഇപ്പോൾ സേർ എക്സാമ്പിൾ ഇതൊരു DC ചാർജർ ആണെന്നല്ല നമ്മൾ പ്രിറ്റൻഡ് ചെയ്യാം. ഇത് ഞാൻ ഓൺ ചെയ്ത ചാർജിങ് സ്റ്റേഷനാണ്. ഇപ്പം നദീം ഇവിടുന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി വരികയാണ്. ഇപ്പം ബ്രാൻഡ് ഇതിൻ്റെ മുകളിൽ ഒരു ഓഫർ റൺ ചെയ്യുകയാണെങ്കിൽ എനിക്ക് നഷ്ടം വരാൻ പാടില്ല. ഇവിടെ ഞാൻ ഒരു യൂണിറ്റിൻ്റെ താരിഫ് 20 രൂപ സെറ്റ് ചെയ്തു. നദീമിന് പക്ഷേ ഡിസ്കൗണ്ട് അത് 5 രൂപയ്ക്ക് ആപ്പിൽ നിന്ന് കിട്ടുകയാണ്. നദീം 5 രൂപയ്ക്ക് ചാർജ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഒരു യൂണിറ്റിൻ്റെ മുകളിൽ ബോൾട്ട് എനിക്ക് 20 രൂപ തരും. അതൊരു മാസീവ് ഡിഫറൻസ് ആണുള്ളത്. ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിട്ട് അവർക്ക് അവരുടെ പൈസ അത്യാവശ്യം പെട്ടെന്ന് തന്നെ തിരിച്ചു കിട്ടുന്ന സിറ്റുവേഷനാണ് ബോൾട്ടിൽ വരുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് അത്യാവശ്യം വളരെ കുറവായതുകൊണ്ട് നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടാണ് EV ചാർജ് സ്റ്റേഷൻ ഓൺ ചെയ്യാൻ പറ്റുന്നത്. ഇതിനെപ്പറ്റി നമ്മൾ അധികം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക അല്ലെങ്കിൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട ആവശ്യമില്ല ഒരു ചാർജിങ് സ്റ്റേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതൊരു ബിസിനസ് പോലെ EV ചാർജിങ് സ്റ്റേഷൻ നമുക്ക് റൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഈസിലി ഇതിൻ്റെ മുകളിൽ പ്രോഫിറ്റ് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. ബിസിനസ് മോഡൽ പക്കയായിരിക്കണം, പ്രോഫിറ്റ് ആയാലും വന്നോളൂ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്ത് ഒരു റേറ്റിന് നമുക്കൊരു DC ചാർജിങ് സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും? നമുക്ക് DC നമ്മൾ ചാർജിങ് സ്റ്റേഷൻ്റെ ഈ പ്രൈസ് പറയാൻ നേരത്ത് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വരുന്നത് വയറിങ്ങിൻ്റെ മുകളിൽ എത്ര വരുന്നതെന്നുള്ളതാണ്. ഇപ്പം അവിടെയാണ് പല വേരിയേഷൻ വരുന്നത്. നമുക്കിപ്പോൾ വേണമെങ്കിൽ 5.5 ലക്ഷം 6 ലക്ഷത്തിന് നല്ല ക്വാളിറ്റി 30 കിലോവാട്ട് ചാർജർ കിട്ടും.
പക്ഷേ ഈ ചാർജർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വയറിങ്ങിൻ്റെ മുകളിൽ കോസ്റ്റ് കൂടുതൽ നിർത്തേണ്ട പ്രശ്നമുള്ളത്. വയറിങ്ങിൻ്റെ മുകളിൽ അറൗണ്ട് 1.5 ലാഖിലൊക്കെ നിർത്തുകയാണെങ്കിൽ നമുക്ക് ഈസിലി ഒരു 7 ലക്ഷം 8 ലക്ഷത്തിന് അതൊരു ചാർജിങ് സ്റ്റേഷൻ നമുക്ക് ആക്ടിവേറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. DC ചാർജിങ് സ്റ്റേഷൻ തന്നെ. ഇനി അതല്ല, അപ്കമിങ് ഇലക്ട്രിക് 2 വീലേഴ്സിന് വേണ്ടിയിട്ടുള്ള ചാർജിങ് സ്റ്റേഷനൊക്കെ DC തന്നെ വരാൻ പോവുകയാണ് കമേഴ്ഷ്യൽ മോഡലിൽ. അതാവുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് സിഗ്നിഫിക്കൻ്റ്ലി കുറയും. എത്രയെന്നുള്ളത് ഇപ്പം വെളിപ്പെടുത്താൻ പറ്റില്ല, പക്ഷേ സിഗ്നിഫിക്കൻ്റ്ലി കുറവായിരിക്കും. കുറച്ച് മുമ്പ് നമ്മൾ ഈ ഒരു ചാർജറിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഗോവിന്ദ് പൊതുവേ നമ്മുടെ മാർക്കറ്റിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് 4 വീലേഴ്സ് അവരുടെ വണ്ടിയുടെ കൂടെ വരുന്ന 7.2 ചാർജറിന് എന്തൊക്കെയോ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോവിന്ദ് ഇറ്റ്സെൽഫ് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഓണറാണ്. സോ എന്തൊക്കെയാണ് പൊതുവേ ഈ ഇങ്ങനത്തെ ചാർജറിൽ വരാറുള്ള ഇഷ്യൂസ്? അത് വണ്ടിയുടെ കൂടെ വാങ്ങുമ്പോൾ ഇലക്ട്രിക് കാറിന് കൂടെ വരുന്ന പോർട്ടബിൾ ചാർജറിനും 7 കിലോയുടെ ചാർജറിനും കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പോർട്ടബിൾ ചാർജറിന് വരുന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഇത് 60 ആംപിയർ ചാർജർ ആണെന്നാണ്. പക്ഷേ ഇൻ റിയാലിറ്റി അതൊരു 13 ആംപിയർ ചാർജർ മാത്രമാണ്. പിന്നെ ഓൾമോസ്റ്റ് MGയുടെ ZSEV ആണെങ്കിലും നെക്സോൺ EV ആണെങ്കിലും ടാറ്റയുടെ എല്ലാ കാറും ഇത് 3.3 കിലോയുടെ പവർ എടുക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇൻഫാക്ട് അത് 2.7 മാത്രമേ എടുക്കുന്നുള്ളൂ. മിക്ക പോർട്ടബിൾ ചാർജറും ഓവർ ഹീറ്റ് ചെയ്തിട്ട് ഇത് 2.7 നിന്ന് കുറഞ്ഞ് 1.9 കിലോവാട്ടാണ് എടുക്കുന്നത്. ഈ കിലോവാട്ടുള്ള സംഭവം മൊത്തം മാറ്റിക്കഴിഞ്ഞാൽ ഇത് പ്രശ്നം വരുന്നത് നമ്മൾ രാത്രി കുത്തി കഴിഞ്ഞിട്ട് രാവിലെ ആവാൻ നേരത്തും കാറ് ചാർജ് ആവാത്ത സിറ്റുവേഷൻ വരുന്നുണ്ട്. രാത്രി ഒരാൾ ലേറ്റ് ആയിട്ട് എത്തുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും കാറ് ഫുൾ ആവുന്നില്ല. അത് വലിയൊരു പ്രോബ്ലമാണ്. ഈ 7 കിലോവാട്ടിൻ്റെ ചാർജർ ശരിക്കും അഡ്വാൻറ്റേജ് വരുന്നത് ഇത് കുത്തി കഴിയുന്ന നേരത്ത് നമ്മുടെ കാറിൻ്റെ ഓൺ ബോർഡ് ചാർജറിൻ്റെ കപ്പാസിറ്റി എത്രയാണോ കറക്റ്റായിട്ട് കിട്ടും. അതായത് പോർട്ടബിൾ ചാർജറിൽ 2.7 മാത്രമേ കിട്ടുന്നുള്ളൂ എൻ്റെ നെക്സോൺ പ്രൈമിൽ 7 കിലോവാട്ട് സപ്പോർട്ടില്ല. പക്ഷേ ഞാൻ ഈ 7 കിലോവാട്ടിൻ്റെ വാൾ മൗണ്ടഡ് ചാർജർ കുത്താൻ നേരത്ത് എനിക്ക് കറക്റ്റ് 3.3 കിലോവാട്ട് കിട്ടും. അതായത് രാത്രി ലേറ്റ് നൈറ്റായിട്ട് എത്തിക്കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും കാർ ഫുള്ളായിക്കോളും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നത്? പ്രൈസ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ? ഈ ചാർജറിന് 50,000 പ്രൈസ് വരുന്നത്. ഡിപ്പെൻസ് ഓൺ ദ മാനുഫാക്ചർ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാറുണ്ട്. ഇത് ജോയിൻറ്റ് EVs എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ചാർജറാണ്. അത്യാവശ്യം നല്ല വെൽ റിലയബിൾ ആയിട്ടുള്ള ചാർജറാണ്. ഓൾമോസ്റ്റ് ഒരു ABV ലെവൽ ക്വാളിറ്റിയിലൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ഇത് പറയാൻ വേണ്ടി പറ്റും. പൊതുവേ 7 കിലോവാട്ട് ചാർജേഴ്സ് കാറിൻ്റെ കൂടെ വരുന്ന ബ്രാൻഡിൻ്റെയൊക്കെ പൊതുവേ ക്വാളിറ്റി ഭയങ്കര കുറവാണ്. അതിൻ്റെ മുകളിൽ സർവീസിങ്ങും സ്റ്റക്ക് ആയി പോകുന്ന ഇഷ്യൂസൊക്കെ പൊതുവെ വരാറുണ്ട്. ഒരു ജസ്റ്റ് വർക്ക്സ് എന്ന പോലെയാണ് ഈ ചാർജർ ഉള്ളത്. പ്ലഗ് ഇൻ ഇറ്റ്, സ്റ്റാർട്ട് ചാർജിങ്, ഇറ്റ് വർക്ക്സ്. അപ്പോൾ ഇത് നമുക്ക് വാറണ്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഏകദേശം എന്ത്? EV ചാർജറിൻ്റെ വാറണ്ടി പൊതുവേ സ്റ്റാൻഡേർഡ് ആയിട്ട് ത്രൂ ഔട്ട് ഇൻഡസ്ട്രി 1 ഇയർ വരാറുള്ളതാണ്. നമുക്ക് ഈസിലി അത് എക്സ്പാൻഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ചാർജറിൻ്റെ കേസിലൊന്നും അത് എടുക്കേണ്ട ആവശ്യം തന്നെ വരാറില്ല. പക്ഷേ ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് എങ്ങനെയായിരിക്കും? ബോൾട്ടിന് ത്രൂ ഔട്ട് ഓൾ ഓവർ ഇന്ത്യ സർവീസ് സപ്പോർട്ട് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഈസിലി ഇതിൻ്റെ മുകളിൽ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ബോൾട്ട് പറ്റും. സോ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കൊരു ഇലക്ട്രിക് DC ഫാസ്റ്റ് ചാർജർ സെറ്റ് ചെയ്യണമെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല വെൻഡേഴ്സും പറയുന്നത് പോലെ 10 ലക്ഷവും 15 ലക്ഷവും 20 ലക്ഷവും ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു ബേസിക് 30 കിലോവാട്ട് അല്ലെങ്കിൽ 24 കിലോവാട്ടിൻ്റെ ഒരു ചാർജിങ് സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു 7 ലാഖിനുള്ളിൽ തന്നെ മതിയാവും. ആക്ച്വലി അതിൽ കൂടുതൽ വേണമെങ്കിൽ ആക്ച്വലി 60 കിലോവാട്ടിൻ്റെ മെഷീനൊക്കെ ബോൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്കൊരു EV ചാർജിങ് സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അത് സ്ലോ ആവട്ടെ ഫാസ്റ്റ് ആവട്ടെ, എല്ലാവർക്കും വേണ്ടത് DC ഫാസ്റ്റ് ചാർജിങ് ആണ്. സോ DC ഫാസ്റ്റ് ചാർജേഴ്സ് വെക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോവിന്ദിനെ കോൺടാക്റ്റ് ചെയ്യാം. മറ്റ് ബ്രാൻഡുകൾ ചെയ്ത് തരുന്നതിനേക്കാളും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിങ്ങിലാണ് ബോൾട്ട് പൊതുവേ ഇത് ചെയ്ത് കൊടുക്കുന്നത്. സോ നമുക്കറിയാം, നമ്മുടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വരെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ്. കാരണം ഇലക്ട്രിക് ഈസ് ദ ഫ്യൂച്ചർ എന്നാണ്. കാരണം ഇനി അങ്ങോട്ട് മൊത്തം ഇലക്ട്രിക് വാഹനങ്ങളും ഇലക്ട്രിക് ചാർജേഴ്സും ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരും. സോ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓരോ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള അമ്യൂണിറ്റീസ് കാര്യങ്ങൾ എല്ലാം ഇമ്പ്രൂവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും ഇലക്ട്രിക് വെഹിക്കിൾസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു പാസീവ് അല്ല ആക്റ്റീവ് ആയിട്ടുള്ളൊരു ഇൻകം തന്നെ ഏൺ ചെയ്യാൻ സാധിക്കും.